ഇറാൻ അതിൻ്റെ പടിവാതുക്കൽ ഉമ്മറപ്പടിയിൽ എത്തി നിൽക്കുന്നു അണവായുധ നിർമ്മാണത്തിൻ്റെ. അങ്ങനെയെങ്കിൽ എന്ത് വിധേനയും ഇറാൻ്റെ ആ ഒരു കേപ്പബിലിറ്റി നശിപ്പിക്കുക. പക്ഷേ മുൻകാലങ്ങളിലും ആരും തന്നെ ഈ ന്യൂക്ലിയർ ക്ലബിൽ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുത്ത് അതിൽ ചേർന്നിട്ടില്ല എന്ന് ഓർക്കണം. ഇന്ത്യ പോലും അങ്ങനെയല്ല, പാകിസ്ഥാൻ പോലും അങ്ങനെയല്ല. ഇന്ത്യ NPT-യിലെ സിഗ്നറ്ററി അല്ല, കാരണം പാകിസ്ഥാൻ NPT-യിലെ സിഗ്നറ്ററി അല്ല. ഇൻഡിപെൻഡൻ്റായി ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചു, ആണവ ഊർജ്ജം, ആണവായുധം എല്ലാം തന്നെ വികസിപ്പിച്ചു, പാകിസ്ഥാൻ വികസിപ്പിച്ചു. അപ്പോൾ ന്യൂക്ലിയർ ക്ലബിലേക്ക് അൺഇൻവൈറ്റഡായി എൻറ്റർ ചെയ്യുകയാണ്. നോർത്ത് കൊറിയ അങ്ങനെ തന്നെയാണ്, ഇസ്രായേൽ അങ്ങനെയാണ്. ഇസ്രായേൽ NPT സിഗ്നറ്ററി അല്ല, നോർത്ത് കൊറിയ അല്ല. അപ്പോൾ അവരെല്ലാം ആണവശക്തികളാണ്. നിലവിൽ 9 ആണവശക്തികളാണ് ലോകത്തുള്ളത്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, P5, അത് വലിയ 5 രാജ്യങ്ങൾ, അതെല്ലാം NPT സിഗ്നറ്ററീസുമാണ്. അതിന് പുറമെ നേടിയെടുത്തു എന്ന് പറയുന്നത് ഇസ്രായേൽ, ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് നോർത്ത് കൊറിയ. 10ാമത്തെ രാജ്യമായി ഇതാ ഇറാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങൾ സുരക്ഷിതമല്ല. മറ്റെല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധങ്ങൾ സുരക്ഷിതമാണ്. ഇറാൻ്റെ കയ്യിൽ അത് സുരക്ഷിതമല്ല, ഇറാൻ അനാവശ്യമായി ഉപയോഗിക്കും എന്ന ഒരു മുൻവിധി. അത് മുൻവിധിയാണോ, അത് കൃത്യമായ നിഗമനമാണോ, അതിൽ മാത്രമേ ഉള്ളൂ സംശയം.